ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം അനുഗ്രഹീതമായി പ്രഭാതയാമത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുകയാണ്. മോർണിംഗ് പ്രെയറിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 2024 ജനുവരി മാസം 9 ചൊവ്വാഴ്ച. വളരെ അനുഗ്രഹീതമായൊരു പ്രഭാതത്തെ കാണുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഭാഗ്യമൊരുക്കി. അനേകർ ഈ പ്രഭാതം കാണുവാൻ കഴിയാതെ ഈ ലോകത്ത് നിന്ന് തന്നെ മാറ്റപ്പെട്ടു പോയപ്പോൾ സർവശക്തനായ ദൈവം ആയുസ്സും ആരോഗ്യവും നൽകി ഈ പ്രഭാതത്തെ കാണുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. പുകഴുവാനൊന്നുമില്ല, പ്രശംസിക്കാൻ ഏതുമില്ല. കർത്താവേ, അങ്ങയുടെ കൃപയെന്നല്ലാതെ മറ്റൊന്നുമില്ല. ഈ പ്രഭാതം എനിക്ക് ദൈവം അനുവദിച്ചു തന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്, കരുണയാണ്, വിശ്വസ്തതയാണ്. ആമേൻ. ദൈവം എന്നോട് വിശ്വസ്തത കാണിക്കുമ്പോൾ ആ ദൈവത്തോട് വിശ്വസ്തതയുള്ളവനായി നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയുടെ കരം ഈ നിമിഷം നമുക്ക് അനുകൂലമായി ചലിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. 40-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കുകയാണ്. ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദിൻ്റെ അതിമനോഹരമായ ഒരു സങ്കീർത്തനമാണ് 40-ാം സങ്കീർത്തനം. അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരോട് ആത്മനിയോഗത്തോടെ പറയട്ടെ, ആമേൻ. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവരാരും ലജ്ജിച്ചു പോകത്തില്ല. ഇന്നലകളിൽ ദൈവസന്നിധിയിൽ മൗനമായി കാത്തിരുന്ന ആ അനുഭവങ്ങളെ മറന്നുകളയുവാൻ നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് എത്രയധികമാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ആമേൻ. ദാവീദ് പറയുകയാ, ഞാൻ ദൈവത്തിനായി കാത്തിരിക്കുകയാണ്. ആമേൻ. ആ ദൈവം എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ഈ പ്രഭാതത്തിൽ ആത്മനിയോഗത്തോടെ ഈ വചനത്തെ വിളിച്ചു പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് കേട്ടോ. നിൻ്റെ യാചന കേൾക്കുന്നുണ്ട്, നിൻ്റെ കണ്ണുനീര് കാണുന്നുണ്ട്, നിന്നെ ഉള്ളതുപോലെ അറിയുന്നുണ്ട്. അമ്മ മറന്നാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഉപേക്ഷിക്കാത്ത സർവശക്തനായൊരു ദൈവം ഈ പ്രഭാതത്തിൽ നിൻ്റെ പ്രാർത്ഥന കേട്ട്, നിൻ്റെ നിലവിളി കേട്ട് നിന്നെ വിടുവിപ്പാൻ ഇറങ്ങി വരികയാ. ഇസ്രായേൽ ജനത്തിൻ്റെ ോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ ആ കഷ്ടത കണ്ട് സർവശക്തനായ ദൈവം ഇറങ്ങി വരികയാണ്. ആമേൻ. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയുടെ ശബ്ദവും ഞാൻ കേട്ടു. അവരെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് ഇറങ്ങി വന്നിരിക്കുന്നു. എന്തിനാ? നിന്നെ ഒന്ന് വിടുവിക്കാൻ, നിന്നെ ഒന്ന് സൗഖ്യമാക്കാൻ, നിൻ്റെ ജീവിതത്തിൽ ആ വിടുതലിനെ, സൗഖ്യത്തെ ആമേൻ വെളിപ്പെടുത്താൻ സർവശക്തനായ ദൈവം ഈ പ്രഭാതത്തിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. എന്തിനാ ഈ ദൈവത്തിൻ്റെ ഭക്തൻ നിലവിളിക്കുന്നതെന്നറിയാമോ? 2-ാം വാക്യം, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. അപ്പോൾ നിലവിളിയുടെ പിന്നിലെ കാരണം ആമേൻ, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തുടരുവാൻ തനിക്ക് ആഗ്രഹമില്ല. ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരണം. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെന്ന് പറയുന്നത് ആമേൻ നാശകരമായ കുഴിയിലാണ്, കുഴഞ്ഞ ചേറ്റിലാണ്. ഈ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും
തനിക്കൊരു വിമോചനം ഉണ്ടായേ മതിയാകൂ. ആ ആഗ്രഹമുള്ള ദൈവത്തിൻ്റെ ഭക്തൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്. ഇപ്പോൾ നീ ആയിരിക്കുന്ന നാശകരമായ കുഴി, നിന്നെ നശിപ്പിക്കുവാൻ പോന്ന ആ കുഴിയിൽ അകപ്പെട്ടു കിടക്കുന്ന ഒരുവനെ പോലെ, ആമേൻ, ഒരു കുഴിയിൽ അകപ്പെട്ടു കിടക്കുന്നവളെ പോലെ. യോസഫാണോ പൊട്ടക്കുഴയിൽ, പൊട്ടക്കിണറിൽ അകപ്പെട്ട് കിടക്കുന്ന യോസഫിനെ പോലെ? ആമേൻ. സഹോദരന്മാർ കുഴിച്ച കുഴിയായിരിക്കാം, സഹോദരന്മാർ തള്ളിയിട്ട കുഴിയായിരിക്കാം. ആമേൻ. വലിയൊരു കുഴിയിൽ വീണ് കിടക്കുകയാ, വലിയൊരു വീഴ്ച സംഭവിക്കുകയാ, കുഴഞ്ഞ ചേറ്റാണ്. ഒരു കാൽ ഉയർത്തുവാൻ ശ്രമിക്കുമ്പോൾ മറ്റേ കാലും കൂടെ താണു പോവുകയാ. ജീവിതത്തിൻ്റെ പെടാപ്പാടുപെട്ട് ഒരു മറുകരയൊന്ന്, ആമേൻ, എത്തിപ്പെടണമെന്നുള്ള ആ വാഞ്ചയോടെ രാവില്ല പകലില്ല കഠിനാധ്വാനം ചെയ്തോടുകയാ. എന്നാൽ അങ്ങുമിങ്ങും കൂട്ടിമുട്ടിക്കുവാൻ പെടാപ്പാടുപെടുന്നതിനിടയിൽ ജീവിതം ജീവിക്കാൻ തന്നെ മറന്നു പോകുന്ന അനുഭവങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടക്കുന്ന അനുഭവത്തിൽ ഭക്തന് നിലവിളിക്കാനേ കഴിഞ്ഞുള്ളൂ, പ്രാർത്ഥിക്കുവാനേ കഴിഞ്ഞുള്ളൂ, ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കിടക്കാനേ കഴിഞ്ഞുള്ളൂ. അല്ലേ? ഇന്ന് പ്രഭാതത്തിൽ നിനക്കതല്ലേ കഴിയുന്നുള്ളൂ? കരയാനല്ലാതെ, വാവിട്ട് നിലവിളിക്കാനല്ലാതെ, ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കിടക്കാനല്ലാതെ വേറെ എന്താ നിൻ്റെ മുമ്പിൽ വഴിയുള്ളത്? ഒരു വഴിയുമില്ല. ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ച പല വഴികളും അടഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ആമേൻ. സഹായിക്കുമെന്ന് വിചാരിച്ചവർ ആമേൻ കൈ കഴുകി മാറി നിൽക്കുന്ന അനുഭവങ്ങളാണ്. എന്നാൽ ഇന്ന് ഈ പ്രഭാതയാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ഈ വചനത്തെ വിളിച്ചു പറയുകയാണ്. ആമേൻ. നിൻ്റെ അവസ്ഥയെ മാറ്റാൻ ദൈവത്തിന് കഴിയും. നാശകരമായ കുഴിയിൽ കിടക്കുന്ന, കുഴഞ്ഞ ചേറ്റിൽ കിടക്കുന്ന, ആമേൻ, ഈ അവസ്ഥയിൽ തുടരുവാൻ താല്പര്യമില്ലാത്ത ചില പ്രിയപ്പെട്ടവരെ നോക്കി ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുകയാണ്. ആമേൻ. അവൻ നിന്നെ കയറ്റുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ആമേൻ. കൈ നീട്ടി, ആമേൻ, പത്രോസിനെ, ആമേൻ, ആഴിയുടെ ആഴത്തിലേക്ക് മുങ്ങിപ്പോകാതെ കൈനീട്ടിപ്പിടിച്ച അതേ ബലമുള്ള ഭുജം ഇന്ന് പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവം നിനക്കായി വെളിപ്പെടുത്തുകയാണ്. അവൻ കരം നീട്ടിപ്പിടിക്കുന്നു. ആമേൻ. അവൻ കരം നീട്ടിപ്പിടിക്കുന്നു. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ആ കരങ്ങളെ പിടിച്ച്, മുറുകെ പിടിച്ച്, വിടാതെ പിടിച്ച്, ആമേൻ, ഒരു കച്ചിത്തുമ്പെങ്കിലും കിട്ടിയാൽ പിടിച്ചു കയറാമെന്നല്ല നീ പറയുന്നേ? കച്ചിത്തുമ്പല്ല കേട്ടോ, സർവശക്തനായ യഹോവയുടെ ഭുജമാ വെളിപ്പെട്ടിരിക്കുന്നേ. കയറിപ്പിടിച്ചോ. നിശ്ചയമായും അവൻ നിന്നെ ഈ നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും, നിൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്നും കൈപിടിച്ചു കയറ്റുവാൻ സർവശക്തനായ ദൈവമാണ്. ആമേൻ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ പറയുകയാണ്, അവൻ നിൻ്റെ സാഹചര്യത്തെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഒരു പാറയ്ക്ക് സമാനമായ അനുഭവത്തിലേക്ക്, ആമേൻ, പാറമേൽ നിർത്തുമാറാക്കുന്ന ഒരു ദൈവപ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. വഴുവഴുപ്പുള്ള സ്ഥാനത്ത് നിന്ന്, ആമേൻ, വീഴുവാൻ സാധ്യതയുള്ള സ്ഥാനത്തു നിന്ന്, ആമേൻ, നാശകരമായതിൽ നിന്ന്, ആമേൻ, നിന്നെ കൈപിടിച്ച് ആമേൻ, നിൻ്റെ സിറ്റുവേഷനെ പൂർണ്ണമായി ചേഞ്ച് ചെയ്യുവാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയുടെ കരം ചലിക്കുകയാണ്. ആമേൻ. 18-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ, ആമേൻ, നിന്നെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന്, നാശകരമായ കുഴിയിൽ നിന്ന്, ആമേൻ, കൈപിടിച്ച് കയറ്റി ഒരു വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവിൻ്റെ കരം ബലമുള്ളതാണ്. ആമേൻ. സങ്കീർത്തനങ്ങളിലൂടെ, ആമേൻ, ദാവീദ് പറയുകയാ, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. 18-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യമാ ഞാൻ വായിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ, ദാവീദിൻ്റെ ജീവിതത്തിൽ, ആമേൻ, അവൻ്റെ കുടുംബത്തിൽ നിന്നൊരു മാന്യത ലഭിക്കാതിരുന്ന സമയത്ത് അവൻ്റെ സഹോദരന്മാർ
മാന്യതയുള്ളവരായിരുന്ന സമയത്ത് ആമേൻ അവഗണിക്കപ്പെട്ടവനായിരുന്ന ആമേൻ ദാവീദിനെ, അവൻ്റെ ജീവിതത്തെ, ഇടുങ്ങിയ ജീവിതത്തെ, ഞെരുക്കമുള്ള ജീവിതത്തെ, വനാന്തരത്തിലെ ജീവിതത്തെ വിശാലതയിലേക്ക് കൊണ്ടുവന്നയൊരു ദൈവം ഈ പ്രഭാതത്തിൽ നിൻ്റെ കരങ്ങളെ പിടിച്ചിട്ടുണ്ടെന്ന് ആമേൻ അറിയാതിരിക്കരുത്. ആ കരങ്ങളിൽ മുറുകെ പിടിക്കുക, ആ കരങ്ങളിൽ ആശ്രയിക്കുക. സർവശക്തനായ ദൈവം നിന്നെ വിടുകയില്ല. എന്നോടടുത്തു വരുവിൻ, എന്നാൽ അവൻ നിങ്ങളോടടുത്തു വരും. ആമേൻ ആമേൻ. അവിടുത്തെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുക, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. കർത്താവിനോടടുത്ത് ചെന്നവരാരെയും കർത്താവ് അടുത്തു വരാതിരുന്നിട്ടില്ല, അവരെ മാനിക്കാതെ ഇരുന്നിട്ടില്ല. ഇന്ന് പ്രഭാതത്തിൽ നിൻ്റെ ജീവിതത്തിലൊരു വിശാലത വരുത്തുവാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയുടെ കരം ശക്തിയോടെ ചലിക്കുകയാണ്. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആമേൻ ഒരു വിശാലതയ്ക്കു വേണ്ടി ആഗ്രഹിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട്, ഒരു ചേഞ്ചിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പ്രിയപ്പെട്ടവരോട്, ആമേൻ സാഹചര്യങ്ങളിൽ ഒരു വ്യത്യാസം വരണമെന്നാഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മനിയോഗത്തോടെ പറയുകയാ, ആമേൻ ദാവീദിനെ വിശാലതയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് നിന്നെയും വിശാലതയിലേക്ക് നടത്തുവാൻ കഴിയും. ആമേൻ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക്, സ്വച്ഛതയുള്ള വെള്ളത്തിനരികത്തേക്ക് നിന്നെ നടത്തുവാൻ എൻ്റെ ദൈവത്തിൻ്റെ കൃപയുടെ കരം ശക്തിയുള്ളതാണ്. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക, ദൈവം നിന്നെ വിശാലതയിലേക്ക് നടത്താൻ പോകുന്നു. ദൈവം നിന്നെ വിശാലതയിലേക്ക് നടത്താൻ പോകുന്നു. ദൈവം നിൻ്റെ തലമുറയെ ഒരു വിശാലതയിലേക്ക്, ഒരഭിവൃദ്ധിയിലേക്ക് നടത്തുവാനായിട്ട് പോകുന്നു. ആമേൻ. ചെയ്യുന്ന പ്രവൃത്തിയിൽ ആമേൻ ഒരു വിശാലത വരണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? അത് പാപമാണോ? ഒരിക്കലുമല്ല. ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉന്നമനം വരണം, മെച്ചപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. ദൈവത്തിന് സ്തോത്രം. ഉയർന്നവനെ താഴ്ത്തുന്നവനാണ് ദൈവം, താണവനെ ഉയർത്തുന്നവനാണ് ദൈവം. ആമേൻ. ദൈവത്തിന് ഒന്നും അസാധ്യമായതല്ല. ആമേൻ. ഉയർന്നവൻ ധനവാൻ തൻ്റെ ധനത്തിലല്ല, ആമേൻ, എളിമയിൽ സന്തോഷിക്കുവാനിടയാകട്ടെ. ആമേൻ. ദരിദ്രൻ തൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനിടയായി തീരട്ടെ, പ്രശംസിക്കുവാനിടയായി തീരട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ഈ നിമിഷത്തിൽ ആമേൻ നിൻ്റെ ജീവിതത്തെ ഒരു വിശാലതയിലേക്ക് നയിക്കുവാൻ എൻ്റെ ദൈവത്തിൻ്റെ കരത്തിന് ശക്തിയുണ്ട്. വിശാലതയിലിരിക്കുന്നവരോട് ആമേൻ നിന്നെ ആമേൻ വിശാലതയിൽ നിന്ന് ഞെരുക്കത്തിലേക്ക് കൊണ്ടുവരുവാനും എൻ്റെ ദൈവം സർവശക്തനാണ്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ വിശാലതയിലാണോ ഞെരുക്കത്തിലാണോ എന്നതിനേക്കാൾ വിശാലതയിലും വിശ്വസ്തനായിരിക്കുക ആമേൻ എന്നുള്ളതിലാ കാര്യം. ഞെരുക്കത്തിലും വിശ്വസ്തതയുള്ളവരായിരിക്കുക എന്നതിലാ കാര്യം. ഇന്ന് ഈ പ്രഭാതയാമത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മനിയോഗത്തോടെ പറയട്ടെ. ആമേൻ. പൗലോസ് പറഞ്ഞു, ഞാൻ സമൃദ്ധിയിലിരിക്കാൻ ശീലിച്ചിട്ടുണ്ട്. ആമേൻ. ഇല്ലായ്മയിലിരിക്കാനും ആമേൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ശീലിച്ചിട്ടുണ്ട്. ആമേൻ. ചില പ്രിയപ്പെട്ടവർ സമൃദ്ധിയിലിരിക്കാൻ അറിയാം, പക്ഷേ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരാൻ അറിയത്തില്ല, അവർ ശീലിച്ചിട്ടില്ല. ചില ആളുകൾ ദാരിദ്ര്യം ശീലിച്ചിട്ടുണ്ട്, സമൃദ്ധി ശീലിച്ചിട്ടില്ല. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദാരിദ്ര്യത്തിലിരിക്കുന്നവരോട് ആത്മനിയോഗത്തോടെ പറയാം, ഒരു സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. ഒരു സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ആമേൻ ദാരിദ്ര്യത്തിലിരിക്കുമ്പോൾ നീ വിശ്വസ്തനായിരുന്നെങ്കിൽ ആമേൻ നിന്നെ സമൃദ്ധിയിലിരുത്തിയും നിന്നെ വിശ്വസ്തയോടെ നടത്താൻ ദൈവം സർവശക്തനാണ്. ആമേൻ. സമൃദ്ധിയിലിരിക്കുന്നവരോട് പറയട്ടെ, ആമേൻ താഴ്ചയിലേക്ക് ഇറങ്ങി വരുവാൻ നമ്മുടെ ജീവിതത്തിൽ മനസ്സ് വെക്കുവാനിടയായിത്തീരണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് താഴ്മയെ ധരിച്ചവനാണ്, സ്വർഗീയ മഹിമകളെ വെടിഞ്ഞവനാണ്, ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ്. ആമേൻ. ധനവാൻ തൻ്റെ ധനത്തിലല്ല, ആമേൻ തൻ്റെ എളിമയിൽ ആമേൻ
പ്രശംസിക്കുവാനിടയായി തീരട്ടെ. ഈ പ്രഭാതത്തിൽ ധനവാനാണോ ദരിദ്രനാണോ എന്നുള്ളതല്ല വിഷയം. ഏതു സാഹചര്യത്തിലും ആമേൻ എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കും, എൻ്റെ ദൈവത്തെ ഞാൻ സേവിക്കും, എൻ്റെ ദൈവത്തിനു വേണ്ടി ഞാൻ നിൽക്കും എന്നുള്ളതാണ് കാര്യം. സ്ഥലകാല പരിമിതികൾക്കതീതമായ ഒരു ആർജവത്വത്തോടെ വിശ്വാസത്തിനു വേണ്ടി ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാനിടയാകും. അവൻ്റെ നിലവിളി കേട്ട് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുവാനിടയാകും. ആമേൻ. വിടുവിച്ചാലും ഇല്ലെങ്കിലുമെന്ന് ദൈവസന്നിധിയിൽ പറയുവാനുള്ള ആർജവത്വം ആരുടെയൊക്കെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഉരുവാക്കപ്പെടുന്നുവോ അവരുടെ മുമ്പിൽ തീയുടെ ബലം കെടുവാനിടയാകും. ആമേൻ. അവരുടെ മുമ്പിൽ ആമേൻ യോർദാൻ ഒഴുക്ക് നിൽക്കുവാനിടയാകും. അവരുടെ മുമ്പിൽ ആമേൻ എരിഹോവിൻ്റെ മതിലുകൾ ഇടിയുവാനിടയാകും. അവരുടെ മുമ്പിൽ ആമേൻ നഷ്ടപ്പെട്ടു പോയ കോടാലി അത് മടങ്ങി വരുവാനിടയാകും. ആമേൻ. പ്രകൃത്യാതീതമായ അത്ഭുതകരമായ അതിശയകരമായ മിറാക്കിളുകൾ, അത്ഭുതങ്ങൾ ജീവിതത്തിലുടനീളം അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഒരു നിമിഷമൊന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. ഏത് സാഹചര്യത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവേ അങ്ങയുടെ കൃപ എൻ്റെ മേൽ പകരണമേ. അങ്ങയ്ക്ക് എന്നിൽ പ്രസാദമുണ്ടെങ്കിൽ ആമേൻ ഈ ഞെരുക്കത്തിൽ നിന്ന് എന്നെ വിശാലതയിലേക്ക് നയിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആമേൻ. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഞെരുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നിൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. അസാധാരണമായൊരു ദൈവ സാന്നിധ്യം ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിക്കട്ടെ. അവരുടെ ഗമനം സ്ഥിരമാകട്ടെ. അവരുടെ പ്രവൃത്തികൾ സ്ഥിരപ്പെടുവാനിടയാകട്ടെ. അവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ സാധിക്കുവാനിടയാകട്ടെ. ഞെരുക്കത്തിൽ നിന്ന് ഒരു വിശാലതയിലേക്ക്, ഞെരുക്കത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു വിശാലതയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ജീവിതം ചേഞ്ച് ആകുവാൻ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഷമനിയ ഹദുനിയ രഹസ്യന്ധനിയ ഉറവലബ ശംസയാഥല യേശുവിൻ്റെ നാമത്തിൽ എബേസ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു വ്യത്യാസം വരണമെന്ന് ആഗ്രഹിച്ചു. അവൻ ദൈവത്തോട് ചോദിച്ചത് ദൈവം അവന് നൽകി. ഇന്ന് ഈ നിമിഷത്തിൽ, ഈ പ്രഭാതയാമത്തിൽ നാം ജീവിതത്തിലൊരു വ്യത്യാസം കൊതിക്കുന്നെങ്കിൽ, ജീവിതത്തിലൊരു ചേഞ്ച് വരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തോട് ചോദിക്കുക. ദൈവഹിതപ്രകാരം ദൈവത്തോട് ചോദിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രഭാതത്തിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെടുകയാ. യേശുവിൻ്റെ നാമത്തിൽ ഷതലറമനിയ സൈധനിയ രഖമാനിയ. ആമേൻ. ആമേൻ. പ്രോപ്പർട്ടി ഒന്ന് വിറ്റാൽ മതി. ആമേൻ. എനിക്കുള്ള കുറച്ച് വസ്തുവുണ്ട്, ആ വസ്തു ഒന്ന് വിറ്റ എല്ലാ പ്രശ്നവും തീർന്നു. പക്ഷേ വിൽപ്പനയാകുമെന്ന് തോന്നുമ്പോൾ ചില തടസ്സങ്ങൾ വരികയാ. ആമേൻ. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരെന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് ആമേൻ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു വെച്ചു. സമയമായപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞവർ പിറകോട്ട് പോയി. ആമേൻ. എന്താണെന്നറിയത്തില്ല. ഒരു ബ്ലോക്ക്, ഒരു തടസ്സം. ആമേൻ. കുഞ്ഞുങ്ങളുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണെങ്കിൽ ആമേൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആമേൻ. പരീക്ഷ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ആമേൻ പരീക്ഷ എഴുതുവാൻ കഴിയാതെ വണ്ണം ആമേൻ അസുഖങ്ങളാൽ ബാധിക്കപ്പെടുന്ന ഈ അവസ്ഥ. ചില ബ്ലോക്കുകൾ കടന്നു വരികയാ. നന്നായി പഠിച്ചതാ, ഒരുങ്ങിയതാ, പക്ഷേ പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് പനി പിടിച്ചു. ആമേൻ. ആ ക്ലാസ്സിൽ കടന്നു പോകാൻ കഴിഞ്ഞില്ല, ആ എക്സാമിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആമേൻ. PSC നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, ഒരുങ്ങി. പക്ഷേ സമയമായപ്പോൾ ആമേൻ വണ്ടി വഴിയിൽ കിടന്നു. ആമേൻ. എന്താണെന്നറിയത്തില്ല, ചെയ്യുന്ന കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല. ആമേൻ. ഇന്ന് ഈ നിമിഷത്തിൽ വിശ്വാസത്തോടെ പറ, എൻ്റെ ദൈവത്തിന് എൻ്റെ ഞെരുക്കത്തിൽ നിന്ന് എന്നെ ഒരു വിശാലതയിലേക്ക് നയിക്കുവാൻ കഴിയും. തടസ്സങ്ങളെ മാറ്റുവാൻ കഴിയും. ദൈവത്തിൻ്റെ കൃപയുടെ കരത്തിന് ഇന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം സ്വർഗ
സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൽ എല്ലാ ബ്ലോക്കുകളെയും ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ ജീവിതത്തിൽ നന്മ കൊണ്ടുവരാതെ, അനുഗ്രഹം കൊണ്ടുവരാതെ, വിടുതൽ കൊണ്ടുവരാതെ, ഉയർച്ച വെളിപ്പെടുത്താതെ, വിശാലത വെളിപ്പെടുത്താതെ, ആമേൻ, ലഭിക്കേണ്ട നന്മകൾ സമയത്ത് ലഭ്യമാക്കാതെ, ആമേൻ, നിന്നെ ഒരു കടക്കിണയിൽ ഒതുക്കുവാൻ ശ്രമിക്കുന്ന സകല ഇരുളിൻ്റെ വ്യാപാര മണ്ഡലങ്ങളുടെ മേലും ആത്മാവിൻ്റെ തീജ്വാല യേശുവിൻ്റെ നാമത്തിൽ കത്തുന്ന ഒരു പകലായി ഇന്ന് പകൽ മാറട്ടെ. ഒരു വിടുതൽ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ നിൻ്റെ ബാധ്യതയുടെ മേൽ, കടഭാരത്തിൻ്റെ മേൽ ഒരു വലിയ ഡെലിവറൻസ് നടക്കട്ടെ, ഒരു വലിയ വിടുതൽ നടക്കട്ടെ, ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കട്ടെ, ഒരു വലിയ ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടട്ടെ. ഞെരുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്നു പകൽ നിന്നെ നയിക്കുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞെരുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക്, ആമേൻ, സർവശക്തനായ ദൈവം സാഹചര്യങ്ങളെ ചേഞ്ച് ചെയ്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ആത്മമണ്ഡലത്തെ തുറന്നു കൊടുക്കുവാൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം അത്ഭുതങ്ങൾ ചെയ്യും. ദൈവനാമം മഹത്വമെടുക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കണമേ. അമേൻ, അമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് ഇവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളാലും നന്മകളാലും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. അമേൻ.